ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഓത്തുപള്ളി ബഷീർ. കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ 19ാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റ രമചേച്ചിയോടൊപ്പമാണ് ഇന്ന് നമ്മൾ കാളികാവിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. സ്വാഗതം ചേച്ചി. കാളികാവിന്റെ 19ാമത്തെ പ്രസിഡന്റായി ചേച്ചി അധികാരമേറ്റ എന്ത് തോന്നുന്നു? അത് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വരുന്നതും, ഇങ്ങനെ ഒരു പഞ്ചായത്തിലെ ഒരു സമിതി അംഗമായിട്ട് വരുന്നതും ഒരു പ്രസിഡന്റായിട്ട് വരുന്നതും തീരും പ്രതീക്ഷിച്ചതല്ല. റിട്ടയർമെന്റിന് ശേഷം സ്വസ്ഥമായിട്ട് ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം ഭരണസമിതിയിലെ അംഗമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള അടുത്ത ഇടപെടൽ ഞാൻ പലതും മനസ്സിലാക്കി. കാരണം സാധാരണ ആളുകൾക്ക് പലതും ചെയ്തു കൊടുക്കാൻ അവർക്ക് അറിയില്ല. കാരണം പല സേവനങ്ങളും ഉണ്ട്, അതെങ്ങനെ സമീപിക്കുന്ന അവർക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമായിരുന്നു അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ. അപ്പം ഇക്കുറി ഞാൻ നിൽക്കുന്നില്ല എന്ന് ഉദ്ദേശിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. അപ്പം നമ്മളെ ജനങ്ങൾ എന്നോടുള്ള സ്നേഹം അവർ തിരിച്ച് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു വീണ്ടും നിൽക്കണമെന്ന്. അപ്പം അവരുടെ ആവശ്യം ഞാൻ ഏറ്റെടുത്തു. ജനങ്ങൾ എന്നെ പ്രതീക്ഷയിലും വിജയിപ്പിച്ചു തന്നു. നമ്മളെ ചെങ്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വിഭജനം നടന്ന് ചെറിയൊരു വാർഡാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാലും കൂടിയും ആ ജനങ്ങളുടെ സപ്പോർട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിജയിച്ചു. ഇപ്പം ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒട്ടനവധി പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ട്. എന്തൊക്കെ നടക്കാൻ പറ്റും നമുക്കറിയില്ല. നമുക്ക് ആശകൾ കുറേ ഉണ്ട് ജനങ്ങളുടെ ആശയ്ക്കനുസരിച്ചിട്ട്. കാരണം എന്നും ഈ വികസനം എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് ഈ റോഡ്, തോട്, കോൺക്രീറ്റ് അങ്ങനെ അല്ലാതെ പൊതുവായിട്ടുള്ളൊരു വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജനങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഈ കുട്ടികൾക്കൊന്നൊരു പാർക്കില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കുട്ടികൾക്കൊന്നൊരു പാർക്കില്ല. അപ്പം അതിനൊരു സംവിധാനം ഈ ഭരണസമിതിയിൽ ചെയ്ത് തീർത്തിറങ്ങി പോകണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട്. പിന്നെ നമ്മളെ ആദ്യത്തെ ഒരു അജണ്ടയിൽ തന്നെ ഞാൻ സെക്രട്ടറിയോടും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് അജണ്ടയിൽ തന്നെ നമുക്ക് സുൽത്താൻ ബത്തേരി മോഡൽ ഒരു ക്ലീൻ കാളിയാവ് ഉണ്ടാക്കണം. നാട്ടുകാരൊക്കെ പൂർണ്ണ സപ്പോർട്ടാണ്. ഞങ്ങൾ 22 ആളുണ്ട്. 22 ആൾ ഞങ്ങൾ ഒന്നിച്ച് ഇതൊക്കെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. 22 ആളും ഒറ്റ മനസ്സോടെ നമ്മൾ ഒറ്റ ദേഹമായിട്ട് ഒരു സാധാരണ മെമ്പറായി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വീണ്ടും പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വനിതാ സംവരണമാണ്. അപ്പോൾ ചേച്ചിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു മുതിർന്ന അംഗം എന്ന നിലക്ക് പ്രസിഡന്റ് ആവുന്ന വെച്ചാൽ അത് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ആളുകൾ എന്നോട് ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു അടുത്ത പ്രസിഡന്റ് എന്നൊക്കെ ആളുകൾ എന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് പാർട്ടി തീരുമാനിക്കേണ്ട അതന്നെ അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമില്ല വെച്ചാൽ ഞാൻ അങ്ങനെ പോയതാണ്. ഏതായാലും പാർട്ടി എന്നെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു കാളികാവിന്റെ ഫുൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലുമാണ്. അപ്പൊ അത് ചെയ്ത് തീർക്കണം. എല്ലാവരുടെ സപ്പോർട്ടും വേണം. എല്ലാവരെയും കാളികാവ് പഞ്ചായത്തിലെ മുഴുവൻ എല്ലാ മേഖലയിലുള്ള ആളുകളുടെ എല്ലാവരും നമുക്ക് വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇപ്പം വ്യാപാരി വ്യവസായികൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്വീകരണം നടത്തിയിരുന്നു. അവരെല്ലാവരും ഏകകണ്ഠേന പറയുന്നുണ്ട് എല്ലാ സപ്പോർട്ടും അവരുടെ കയ്യെത്തുന്നുണ്ട്. അത് നമ്മളെ കാളികാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായികളുടെ മേഖലയിൽ പുഷ്ടിപ്പെടുത്തണം. ഇപ്പോൾ ഈ റോഡ് പണിയായിട്ടും കൊറോണയ്ക്ക് ശേഷം വല്ലാതെ ശോഷണം സംഭവിച്ചിട്ടുണ്ട് കച്ചവടങ്ങളിലൊക്കെ. പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് നമുക്കറിയാം. പിന്നെ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കിവിടെ ഒരു പാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പാർക്കിംഗ് മേഖല കുറവാണ്. അങ്ങനത്തെ വിഷയങ്ങൾ വ്യാപാരികളും കൂടി. പാർക്കിംഗ് മേഖല കാളികാവിന്റെ കച്ചവടത്തിന് പൊതുവായിട്ട് ആളുകൾ പറയുന്നത് പുതിയ ഈ റോഡ് വികസനം കൂടി വന്നതോടുകൂടി ഈ സൈഡുകളിലുള്ള ഓവിച്ചാല് പ്രശ്നം വന്നപ്പോൾ റോട്ടിലാണ് വണ്ടി നിർത്തിയത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കച്ചവടക്കാർക്കുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കാളികാവിലെ അക്കരെയുള്ള പഴയ ഓട്ടോ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ട്? അതൊക്കെ നമുക്ക് നിയമപരമായിട്ട് അതിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടോയെന്നും നമുക്ക് ആലോചിച്ചാലേ തീരുമാനം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിൻ്റെ ദോഷമാണ് കാളികാവിലെ ഈ കച്ചവടങ്ങൾക്കൊക്കെ വരുന്ന ബുദ്ധിമുട്ട്. നമ്മൾ തന്നെ ഒരു വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പാർക്ക് ചെയ്യണം, എവിടെ ഇറങ്ങിയിട്ട് നിൽക്കും, നല്ല ബുദ്ധിമുട്ടുള്ള സമയം. അതിൻ്റെ കൂടെ ഇപ്പം ഈ റോഡ് പണി നടക്കുന്ന സൈഡിന് ശരിയായിട്ടില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട്. അത് നമ്മൾ റോഡ് പണി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഒന്ന് റെഡിയായി കിട്ടാൻ പറ്റില്ല. നമുക്ക് പഞ്ചായത്തിനും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അത് കഴിഞ്ഞാലേ ബാക്കിയുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി എല്ലാ മേഖലയിലും നമ്മളുണ്ടാവും. എല്ലാവരും നമുക്ക് സപ്പോർട്ട് തരാൻ തന്നെ. ഇപ്പം നമ്മളെ ബിൽഡിംഗ് അസോസിയേഷൻ്റെ ആളുകളും നമുക്ക് സപ്പോർട്ട് പറയുന്നുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിലാണ്. കഴിഞ്ഞ വർഷമാണ് കാളികാവ് പഞ്ചായത്തിൽ അടക്കാക്കൊണ്ട് വെച്ച് ഒരു സഹോദരനെ
ടാപ്പിങ്ങിനിടെ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. അപ്പോൾ വളരെ വന്യമൃഗ ശല്യമുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് കാളികാവ്. ബഫർ സോൺ മേഖലയിൽ ഉൾപ്പെട്ട പഞ്ചായത്ത് കൂടിയാണ്. അങ്ങനെയൊക്കെ ആയിട്ടും ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു വനം വകുപ്പ് അതിൻ്റെ ഓഫീസ് കാളികാവ് റേഞ്ച് ഓഫീസ് വരുന്നതും വണ്ടൂരിലാണ്. അതിന് സ്ഥലം പരിമിതി കൊണ്ട് അതിൻ്റെ ബിൽഡിംഗ് ഒന്നും ഇവിടെ കാളികാവിലില്ല. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചോദിച്ച ഫേസ്ബുക്കിൽ ഒരാൾ ഒരു കമൻറ്റ് ഇട്ടിട്ട് അതിന് ഒരുപാട് ലൈക്കും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചോദ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇതിപ്പോ വനമേഖല സംബന്ധിച്ചിട്ട് വന്യജീവികൾ ഇപ്പൊ നാട്ടിലേക്കും കൂടി ഇറങ്ങി വരുന്ന ഒരവസ്ഥ ഉണ്ട്. കാരണം അവർക്ക് അവിടെ വെള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചക്കകാലായ നാനകൾ നമ്മളെ മേലേക്കാളിയോ അടക്കം വരുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസ് വണ്ടൂരാണ്, കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസ് നമ്മുടെ കളിയ പഞ്ചായത്തിനകത്താണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ആവശ്യ സമയത്ത് പെട്ടെന്ന് കിട്ടിയിട്ടില്ല അനുഭവത്തിൽ നിന്ന്. ഇനിയിപ്പോൾ ആ മേഖലയ്ക്ക് നമുക്ക് ആവശ്യം ഇപ്പൊ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അവസാന ഘട്ടത്തിലായിരുന്നു ഈ കടുവ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ അടയ്ക്കാക്കുണ്ട് പാലശ്ശേരി ആ ഭാഗത്തായിരുന്നു. പകൽ തന്നെ ആളുകൾക്ക് പേടിയായിരുന്നു, ടാപ്പിങ്ങിന് പോകാൻ പറ്റും, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ നമുക്ക് അവരുടെ ജീവിതത്തിന് തന്നെ ദോഷമായിട്ട് ഭാവിച്ചിരുന്നു. കുട്ടികളുടെ പഠിത്തത്തിനടക്കം ബാധിച്ചിരുന്നു. നമുക്ക് രാവിലെ കേൾക്കാൻ പുല്ലങ്കോട് എസ്റ്റേറ്റിലെ ടാപ്പിംഗുകാർ പോകുമ്പോൾ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട്. കാരണം അവരും ജീവഭയം കൊണ്ടാണ്. അതങ്ങനെങ്കിൽ ജീവന് അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്ന് കിട്ടണം. കളിയ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് അവരോട് ആശ്രയിക്കാനേ പറ്റുള്ളൂ. അതാണ് കഥ. ആരോഗ്യ മേഖലയിലും വളരെ പ്രതീക്ഷയിലാണ്. കാളികാവ് ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക് ഓഫീസിന്റെ കീഴിലാണെങ്കിൽ പോലും 24 മണിക്കൂർ സേവനം ലഭ്യമാക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഒരുപാട് നമ്മൾ ഈ പരിസര പ്രദേശത്തുള്ള ഒരുപാട് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ കാളികാവ് ആരോഗ്യ കേന്ദ്രം. അപ്പോൾ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം മുമ്പ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ? പണ്ട് കാലത്തുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഗൈനക്കോളജി ഡോക്ടർ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഈ നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം ഈ സാധാരണക്കാർക്ക് നിലമ്പൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ വണ്ടൂര് പോകാനുള്ള ബുദ്ധിമുട്ട് നോക്കുമ്പോൾ ഇവിടെ തന്നെ അവർ വേണ്ട കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടാനൊക്കെ. അപ്പം ഈ ഒരു ആവശ്യം ഒന്നാമതും രാത്രി നമുക്കൊരു ഡോക്ടർ സേവനം കിട്ടാൻ, ഒരു കാഷ്വാലിറ്റി കിട്ടണമെങ്കിൽ വേണ്ട സംവിധാനങ്ങൾ വേണമെങ്കിൽ ഒരു ടീം ഡോക്ടേഴ്സും പിന്നെ അനുബന്ധമായിട്ട് നേഴ്സുമാർ വേണം, ലാബിൻ്റെ ആട് വേണം, ഫാർമസി വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൽ ഇടപെട്ട ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. കഴിഞ്ഞ ടൈമില് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു നിവേദനം നമ്മുടെ പ്രസിഡന്റ് മുഖാന്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് രാത്രിക്കൊരു ഡോക്ടറെ കിട്ടും. കാരണം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം പല അസുഖവും രാത്രി വന്ന് വഴിമധ്യേ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവാണ്. കാരണം ഇവിടുന്ന് ഒന്നുകിൽ വണ്ടൂർ കാരണം രാത്രി സമയങ്ങളിൽ നമുക്കിവിടെ കൃത്യമായ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്തതുകൊണ്ട്. അതിന് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവർ വന്ന് ചെക്ക് ചെയ്ത് ഇവിടുന്ന് നോക്കി അയക്കുമ്പോഴത്തേക്കും പലരുടെ വഴിമധ്യേ നമ്മൾ ജീവൻ പൊരിയുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിൽ ഞാൻ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രിയങ്ക ഗാന്ധി MP ചാർജ് എടുത്ത സമയത്ത് ഞങ്ങളെയൊക്കെ വിളിച്ചിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ വണ്ടൂര് വിളിച്ച് ഞങ്ങളോട് ഈ കഥകളൊക്കെ അന്വേഷിച്ചിരുന്നു. കാരണം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ നിങ്ങളാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ നിങ്ങൾ വേണം ഞങ്ങളെ അറിയിക്കാൻ. അപ്പോൾ ആ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സന്ദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആ മേഖലയിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റും. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ സഹായം കിട്ടും, MLAയുടെ സഹായം കിട്ടും. ആ രീതിയിൽ തീർച്ചയായിട്ടും ഇടപെടലുണ്ടാവും. പുതിയ ഭരണസമിതിയിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ പുറത്തുനിന്നുള്ള ചെറുപ്പക്കാരും വളരെ പ്രതീക്ഷയിലാണ്. ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഒരു പദ്ധതി, അത് നല്ല കാണുന്ന കാഴ്ചയിൽ എക്കാലത്തും കാളികാവിന് ഓർമ്മിക്കപ്പെടാൻ പറ്റുന്ന ഒരു പദ്ധതി കാളികാവിൽ കൊണ്ടുവരണമെന്ന് ചെറുപ്പക്കാരും ആഗ്രഹിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി അങ്ങനെ ഞങ്ങൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു പദ്ധതി. കാരണം തൊഴിൽ മേഖല വളരെ ഞാനും വൈസ് പ്രസിഡന്റ് അതിനെപ്പറ്റി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ടീമിനെ കൊണ്ട് നന്നായിട്ട് ഈ ഉദ്യോഗാർത്ഥികളെയൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു ക്ലാസ് അല്ല, നമുക്കതിനെ കുറേ ഉണ്ടല്ലോ തൊഴിൽ കൊടുക്കുന്ന തൊഴിൽദാതാക്കളെയൊക്കെ ഒപ്പിച്ച് നമുക്ക് ഗംഭീരത്തിലൊരു പരിപാടിയൊക്കെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖല നല്ലൊരു ടീമാണ് ഇവിടെ ഉള്ളത്. ചെറുപ്പക്കാരാണ്, കുറേ ആശയങ്ങൾ അവർക്കുണ്ടല്ലോ. പിന്നെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും യുവാക്കളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തി. വിദ്യാഭ്യാസ മേഖലയിൽ കാളികാവ് പഞ്ചായത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളില്ല, ഉള്ളത്
പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂൾ എന്ന രീതിയിൽ അമ്പലക്കുന്ന് സ്കൂളാണുള്ളത്. അതിനൊരു അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂൾ തലത്തിലേക്ക് ഉയർത്താൻ പറ്റുന്ന എന്തെങ്കിലും പദ്ധതി? അത് നമുക്ക് ആശ ഉണ്ട്. പക്ഷെ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. അത് അപ്ഗ്രേഡ് ചെയ്ത് വരണം. ഇപ്പൊ സ്കൂളിലെ എല്ലാവിധ സംവിധാനങ്ങളും ഒരു 2-3 പ്രാവശ്യം പിന്നാലെ പോയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം സ്കൂളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. സ്കൂളിൽ നല്ല സെറ്റപ്പായി ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അതിന് എന്തെങ്കിലും നമുക്ക് അഞ്ചച്ചോടി ഉണ്ട്. പക്ഷേ ഒരു ഹയർ സെക്കൻഡറി കാളികാവിൽ എല്ലാവരും ഒരു ഉയർന്ന വിദ്യാഭ്യാസം തേടി പുറത്തുള്ള പഞ്ചായത്തുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. കൊല്ലംകോട് സ്കൂൾ, കരുവാരുണ്ട്, വാണിയമ്പലം, വണ്ടൂരൊക്കെ. നമ്മളെ അങ്ങനെ ഒരു ചാൻസ് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എൻ്റെ ബാക്കിലുണ്ടാവും. അതേ പറയാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പ് ബാക്കി കാര്യങ്ങൾ വരുന്നതെന്ന് അതിനനുസരിച്ചിട്ട് അവരൊക്കെ ഒന്നിന് മെമ്പറിൽ നിന്ന് പിന്നീട് 5 വർഷം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെയാണ് പുതിയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ? ജീവിതത്തിൽ വന്ന മാറ്റം വെച്ചാൽ ഞാൻ ഫുൾ തിരക്കയിലാണ്. കാരണം അതങ്ങനെ ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് കൊച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന് വന്നതിന് ശേഷം പിന്നെ ഇപ്പം ഇത് തന്നെയാണ്. കാരണം ആളുകൾ നിന്റെ വാർഡിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള വാർഡുകളിൽ നിന്ന് ഓരോ ആവശ്യങ്ങൾ വന്ന് വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരും മിസ്സാക്കാറില്ല. തീർച്ചയായും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ചെങ്കോട് ഞാൻ 2-3 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. കാര്യങ്ങൾ അവരോട് പറയാനും അവർക്ക് നേരിട്ട് എന്നെ വിളിക്കാനൊരു സംവിധാനങ്ങളുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ആണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ വിവരങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങളും ആയിട്ടുണ്ട്. അപ്പം പഞ്ചായത്ത് ലെവലിലും നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഹെൽപ്പ് ഡെസ്ക് പോലെ. അതെ. കാളികാവിന്റെ പൊതുഗതാഗത ചർച്ചയിൽ ഒരുപാട് ട്രോളുകളും മറ്റും ഏറ്റുവാങ്ങിയതാണ് നമ്മുടെ കാളികാവ് അങ്ങാടിയിലെ റോഡ്. ആ റോഡിന്റെ വിഷയം വന്ന അപ്പൊ പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാളികാവിലെ പഴയ പാലം അപ്പൊ വീതി കൂട്ടണം. അങ്ങനെ പഞ്ചായത്തിന്റെ പരിധിയിലല്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാളികാവിന്റെ ആ പാലത്തിലൊരു മാറ്റം വന്നാൽ കാളികാവിൽ വലിയൊരു മാറ്റമാകുന്നത്. കാരണം ഒരുപാട് ഗതാഗത തടസ്സം നേരിടുന്ന ഒരു മേഖല. നമുക്ക് പുതിയൊരു പാലം ഉണ്ടെങ്കിലും അതിലൂടെ കരുവാരക്കുണ്ട് ഭാഗത്തേക്ക് പോകുന്നവർ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. കാളികാവിന്റെ ഈ പഴയ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ പാലം എന്നാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത്. അതിനിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റിനോവേഷൻ ചെറുതായിട്ടൊന്നും നടന്നു. പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. കാരണം നടപ്പാത സൗകര്യവും ഇല്ല, എന്നാൽ വണ്ടി ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി. 2 ഭാഗത്തൊന്നുമില്ല. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചായത്തിന് അതിൽ ഇടപെടാൻ പറ്റില്ല. നമുക്കതിന് എന്തെങ്കിലും റിനോവേഷൻ വേണം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെത്തുകടവ് പാലത്തിന്റെ അടിയിൽ കൂടെ, പഴയ പാലം മുതൽ ചെത്തുകടവ് പാലത്തിന്റെ അടിയിൽ കൂടെ നമുക്കൊരു പാർക്ക് ഉണ്ടാക്കണം. എന്നാൽ നമ്മുടെ ഓൺ സ്ഥലമാണ്. അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കുട്ടികൾക്ക് തന്നെ ഒരു പാർക്കായിട്ട് വേണം. അപ്പൊ ഈ പാലും കൂടി ഒന്ന് നന്നാക്കി കിട്ടിയാലേ നമ്മൾ ആ ആഗ്രഹം ഫുള്ളാവുള്ളൂ. അപ്പൊ അതിന് വേണ്ട ഒരു ഇടപെടൽ നമ്മൾ നടത്തണം. നമ്മൾ 2 ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു നിർദ്ദേശം വന്നത് വേറൊന്ന്, അടക്കാക്കുണ്ടിലുള്ള ഹോമിയോ ക്ലിനിക്ക്. അത് നമ്മുടെ കാളികാവ് പഞ്ചായത്തിന്റെ പരിധിയിലില്ല. അതെ, കാളികാവ് പഞ്ചായത്തിന് കീഴിലുള്ളതാണ്. നമുക്ക് കാളികാവ് പഞ്ചായത്തിൽ 2 ഹോമിയോ ക്ലിനിക്കുകളുണ്ട്. അത് പൂങ്ങോട് ഭാഗത്തൊരു ഹോമിയോ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഇത് SC കുടുംബങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് അടക്കാക്കുണ്ട് ഭാഗത്തേക്കായി. അതുകൊണ്ടാണ് അതവിടെ ഇപ്പം അവര് അതിന് ബിൽഡിങ്ങിന് സ്ഥലം കണ്ടെത്തിയിരുന്നു. ഇപ്പൊ വാടക കെട്ടിക്കാൻ സ്വന്തമായിട്ട് ബിൽഡിംഗ് അവിടെ കണ്ടെത്താൻ അന്നത്തെ അടുത്ത അമ്പളി മെമ്പറും പിന്നെ ജോഷിയൊക്കെ ഇടപെട്ട് അവിടെ സ്ഥലം കണ്ടെത്തലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അത് സ്ഥലം കണ്ടെത്തി എൻ്റെ നിർമ്മിതിക്ക് അനുസരിച്ചിട്ട് അത് സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ കാളികാവ് പഴയ ബസ് സ്റ്റാൻഡ്, ഇതിലേക്ക് ബസ് കയറുന്നില്ല, അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ, അത് ഒരു ആളുകൾ ഉപയോഗിക്കാത്ത രീതിയിലേക്ക് ഒരു മാറിയത്. അതിന് നിങ്ങളുടെ ഭരണസമിതി അവസാനിക്കുന്ന കാലത്ത് പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു മാറ്റം പെട്ടെന്നുണ്ടാവും? അത് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പം ഇപ്പൊ ചെത്തുകടവ് പാലത്തു കൂടെ ഇപ്പം ബസ്സുകാർക്ക് നടക്കാൻ പോവാൻ പെർമിറ്റ് ഇല്ല എന്നാണ് കേട്ടത്. അത് നമ്മുടെ ട്രാഫിക് പോലീസിനായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഇപ്പം നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതികളൊക്കെ തിരഞ്ഞെടുത്തായിട്ടേ ഉള്ളൂ. ഇപ്പം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത കാലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ടുള്ളൂ. ഭരണസമിതി യോഗം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയി വരുന്നത്. അപ്പം നമുക്ക് ട്രാഫിക് റെഗുലേറ്ററി ഒരു കമ്മിറ്റി ഉണ്ട്. അവർ വിളിക്കണം, നമുക്ക് അതിനുള്ള സംഗതികൾ നടത്തണം എത്രയും പെട്ടെന്ന്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരാനുള്ള സംവിധാനം ആകുമല്ലോ. ആ റോഡിൽ കൂടെ ബസ് പോകാൻ പെർമിറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. പഴയ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ച വേസ്റ്റുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു പണിയാണത്. അതൊക്കെ നമുക്ക് ക്ലീൻ ആയി ചെയ്ത് നമ്മളിങ്ങനെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതാ നമുക്ക് പദ്ധതികളുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് നല്ല അടിപൊളി ആക്കണം.
സെറ്റപ്പ് ആക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലീൻ കാളിയാവ്, അതായത് സുൽത്താൻ ബത്തേരി മോഡലില് ഒരു ക്ലീൻ കാളിയാവാണ് ഞങ്ങളുടെ സ്വപ്നം. അത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. നാട്ടുകാരുടെയും നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് അതിലുണ്ടാവട്ടെ. കാളികാവ് എന്നും ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം എല്ലാ ആവശ്യത്തിനും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.